വ്യാജ വോട്ടിൽ പോര് തന്നെയാണ്. ആ പോര് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ പോരിൻ്റെ അടുത്ത രംഗങ്ങൾ നാളെ രഥോത്സവമാണ്. ദേവരഥ സംഗമമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിലേക്ക് വളരെ ഗൗരവത്തോടു കൂടി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പേര് ചേർത്തു അല്ലെങ്കിൽ അധികമായി പേര് കണ്ടു എന്ന് നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ പല BLOമാരും ഇടപെട്ട് അവിടെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ ഇറേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവരോട് അടുത്ത ബൂത്തിലാണ് എന്ന് പറയുന്നു. അതിൻ്റെ ഒരു സ്പെസിമെനും കൂടി ഇന്ന് നമ്മുടെ ദീപക് മലയമ്മ പോയി അന്വേഷണം നടത്തിയപ്പോൾ ദീപകിന് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടി. അതിന്മേലുള്ള പരാതിയിൽ പോലും ഇതുവരെ നടപടി എടുത്തിട്ടില്ല എന്ന് പറയുന്നതും ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് 33ാമത്തെ നമ്പർ ബൂത്തിൽ, ഒറ്റ ബൂത്തിൽ മാത്രം 16 പേരുടെ പേര് വെട്ടി. ആ പേര് വെട്ടിയ ആളുകൾ തങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ ഈ ലിസ്റ്റിൽ തങ്ങളുടെ പേരില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട് അവർ തന്നെ പോയി പരാതിപ്പെടുന്നു. അതിനുശേഷം BJP പരാതിപ്പെടുന്നു. എന്നിട്ടും അതിൽ ഇതുവരെ അവരുടെ പേര് ഉൾപ്പെടുത്തുന്നതിനുള്ളൊരു നടപടിയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ 5 ദിവസമേ ബാക്കിയുള്ളൂ എന്നത് കൂടി നമ്മൾ ഓർക്കണം. ലാസ്റ്റ് അവർ കൊടുത്തിരിക്കുന്ന റിമൈൻഡർ തന്നെ കിടക്കുന്നത് സെപ്റ്റംബർ 30-നാണ്. അപ്പോൾ നവംബർ 14 എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? BLOമാർ കൃത്യമായ ഒരു പരിശോധന നടത്തുന്നില്ലേ എന്നൊരു ചോദ്യം. അത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസസ് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇന്നിപ്പോൾ നമ്മുടെ വാർത്താ സംഘം കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ CPIM ഈ ഒരു ആരോപണത്തിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വ്യാജ വോട്ടർ ID നിർമ്മിക്കുന്നതും വ്യാജന്മാർ വരുമ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് എങ്കിൽ, കാരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണമാണ് CPIM ഉയർത്തുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ കൃത്യമായി ID പ്രൂഫ് ഇല്ലാതെ അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രേഖയില്ലാത്ത ആളുകളെ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് കുറച്ച് സസ്പീഷ്യസ് ആണ്. അത് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല, അതിനൊക്കെയായി ആരൊക്കെയാണോ സഹായം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവർക്കെതിരെയുള്ള നിയമ നടപടികളിലേക്ക് തന്നെ പോകണം. അല്ലാത്ത പക്ഷം അവരിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു 2700 എന്ന് പറയുന്ന ഒരു ഫിഗർ പറയുന്നുണ്ട്. അത് സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഈ ലിസ്റ്റിലുള്ള പലരെയും കണ്ടെത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ ബൂത്ത് തിരിച്ചും പാർട്ടി പരമാവധി വോട്ട് പിടിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വോട്ട് കൃത്യമായി തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമല്ലോ, വീട് കയറിയിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി. അങ്ങനെ പോകുമ്പോൾ അവർക്ക് കാണാൻ കഴിയാത്തതിൽ നിന്ന് നടത്തിയ പരിശോധനയിലൂടെ ആയിരിക്കണം ഇത് മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ 2700 എന്ന് പറയുന്നത് ഏതൊക്കെ പഞ്ചായത്തിലാണ് എന്നുള്ളത് കൂടി അതിൻ്റെ വിവരങ്ങൾ പക്ഷേ ഇതുവരെ CPIM പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണമായി ഇപ്പോൾ ട്രോളി എടുത്തു, ട്രോളി ഉരുട്ടിവിട്ടു, അത് കഴിഞ്ഞ് സ്പിരിറ്റ് വന്നു, അതിനുശേഷം ഇപ്പോൾ ഈ വ്യാജ വോട്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തം ഈ ഒരു വ്യാജൻ നിൽക്കുന്ന ഒരു ആരോപണങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഈ വോട്ടിൻ്റെ കാര്യത്തിൽ വെള്ളം വേണോ? വോട്ടിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ ഒരു വെറും ആരോപണമായി ഞാൻ കരുതുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണം തന്നെയാണ്. നമ്മുടെ അന്വേഷണം അനുസരിച്ച് ഈ കൊടുമ്പിലെ അഞ്ജലി കണ്ണാടി പഞ്ചായത്തിലെ വോട്ടറായി മാറുന്നു. ഞാനൊരു സ്പെസിമെനായിട്ടാണ് അവരുടെ പേര് ഉപയോഗിക്കുന്നത്. ഒരാൾ മാത്രമല്ല, ഒന്നിലധികം പേർ. അതിൽ നമ്മൾ കുറച്ചൊരു മണിക്കൂറുകളുടെ അന്വേഷണത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ കൃത്യമായി ഇതിലൊരു പരിശോധന നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അവിടെ അട്ടിമറി നടത്തി വിജയം നേടിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. കാരണം അവിടെ വോട്ടിൻ്റെ സ്പ്ലിറ്റ് അല്ലെങ്കിൽ വോട്ട് പോകുന്ന രീതി അതൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും അവിടെ കേഡർ വോട്ടുകൾ, അതായത് ഓരോ പാർട്ടിയുടെയും അവരുടെ കേഡർമാർ ചെയ്യുന്ന വോട്ടുകൾ അതല്ലാതെയുള്ള ഈ സ്വിംഗായി നിൽക്കുന്ന വോട്ടുകളാണ് ഈ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇത്രയും കാലം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അട്ടിമറിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. നമ്മൾ ഈ വ്യാജ വോട്ടെന്നൊന്നും ചുരുക്കി കാണാൻ പാടില്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ്. അങ്ങനെ അട്ടിമറിച്ചാണ് വിജയിച്ചുകൊണ്ടിരുന്നത് എന്നതിലേക്ക് നീങ്ങുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ശ്രീധരൻ്റെ 2ാം സ്ഥാനത്തായ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അവിടെ കിട്ടുന്നത് 3859, അതായത് വളരെ ടൈറ്റ് ഫൈറ്റ് നടന്നതിന് ശേഷമുള്ള ഒരു ഭൂരിപക്ഷമാണ്. അപ്പോൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 ഇതുപോലെയുള്ളൊരു പരിശോധനയ്ക്കൊന്നും CPIM ഇറങ്ങിയിട്ടില്ല. തങ്ങൾക്ക് എങ്ങനെ ഇത്രയും വോട്ട് കുറഞ്ഞു എന്നതുകൂടി ചിന്തിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു ഗ്രൗണ്ട് ലെവൽ വർക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ഈ ഫിഗറിലേക്കൊക്കെ എത്തിയത്. ഇവിടെ BLOമാർ ഇതിനൊക്കെ കൂട്ടുനിന്ന ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ പട്ടികയിൽ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പരാതി ഒരു ഭാഗത്ത് നിൽക്കുന്നു. കൂട്ടിച്ചേർക്കുന്നവരൊന്നും ഇവിടുത്തെ താമസക്കാരല്ല എന്നുള്ളത് നമ്മുടെ ഏതാനും മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെയാണ് ഈ ക്രമക്കേടിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മതിയായ രേഖകളില്ലാതെ വ്യാജമായി ചേർക്കുക, അല്ല എങ്കിൽ വ്യാജ വിവരങ്ങൾ അത് ഫർണിഷ് ചെയ്യുക, അതിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവരും കുറ്റവാളികൾ തന്നെയാണ്. വോട്ടർമാർക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് മാത്രമല്ല, ഇതൊക്കെ പരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അത് കൃത്യമായിട്ട് അത് ചെയ്തില്ല എങ്കിൽ, മാത്രമല്ല മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസിന് വിധേയരായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ രേഖകൾ വേണം. ഇപ്പോൾ താമസിക്കുന്ന ഡോക്ടർ അരുണിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെയോ അല്ലെങ്കിൽ സ്മൃതി മാഡത്തിൻ്റെയോ ആരുടെ
ആരുടെയെങ്കിലും പേര് 2 തവണ ഒരിടത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് റിമൂവ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം സ്ഥിരമായി വോട്ട് ചെയ്യുക, മറ്റേത് അവിടെ കിടക്കുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായി ഇൻഫോം ചെയ്തതിന് ശേഷം ബാക്കി നീക്കേണ്ടത് ആരാണ്? അവിടെ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പലയിടങ്ങളിലും പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ വിവരങ്ങൾ നീക്കുന്നതിനായിട്ടുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അത് കൃത്യമായി നീക്കാറില്ല. അത് കൺവീനിയൻസിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശിച്ചതിന്റെ പേരിൽ അവിടെ തന്നെ അത് തുടരുന്ന ഒരു സാഹചര്യം കാലാകാലങ്ങളായി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിപ്പോൾ ഒരു പരാതിയിലേക്കും ഇതുപോലെയുള്ള ഒരു ചർച്ചയിലേക്കും വരുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് പത്രമാത്രം ക്രൂഷ്യൽ ആയതുകൊണ്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി തിരിച്ച് കൊടുമ്പ് കണ്ണാടി പഞ്ചായത്തുകളുടെ ആ ഒരു അകലം മാഡം പറഞ്ഞല്ലോ, ആ അകലം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഏത് പാർട്ടിക്കാണ് അവിടെ സ്വാധീനം എന്നത് കൂടി നമ്മൾ നോക്കണം. ഏത് പാർട്ടിക്കാണ് അവിടെ സ്വാധീനം, ഏത് പാർട്ടിക്കാണ് അവിടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുക എന്ന ഒരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ മെമ്പറായ സെൽവനാണ് കൊടുമ്പിൽ നിന്ന് ഈ വോട്ടുകൾ ചേർക്കുന്നതിനായി ആളുകളെ സഹായിച്ചത്. അവിടെ ആളുകൾ പറയുന്ന ഒരു പേരാണ് സെൽവൻ്റേത്. ഈ സെൽവൻ ആരാണ് എന്നുള്ളത് എനിക്ക് നേരിട്ടൊന്നും അറിയില്ല. എന്തായാലും 177, 178 ബൂത്തുകളിൽ ഈ രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 177, 178 ബൂത്തുകളിൽ ഇത് ചേർക്കുന്നതിന് നിങ്ങളെ സഹായിച്ചത് ആരാണ്? അല്ല എങ്കിൽ നിങ്ങളോട് ആരാണ് നിങ്ങൾക്ക് ഇവിടെയാണ് വോട്ടെന്ന് പറഞ്ഞതിനുള്ള ഉത്തരം അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വ്യാജ വോട്ടാക്കി തങ്ങളെ മാറ്റുകയാണ് എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ പേര് പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു കേട്ട പേരുകളിലൊന്ന് ഈ സെൽവൻ്റേതാണ്. സെൽവൻ കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ അംഗമാണ്. അപ്പോൾ ഈ സെൽവനാണ് കൊടുമ്പിൽ നിന്ന് കള്ളവോട്ട് ഈ കനാൽ വഴി കടന്ന് ഇപ്പുറത്തുള്ള കണ്ണാടിയിൽ, അതായത് പാലക്കാട് മണ്ഡലത്തിന്റെ ഭാഗമായ കണ്ണാടിയിൽ, മലമ്പുഴയിലെ കൊടുമ്പിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടിയിലേക്ക് വോട്ട് കൊണ്ടുവന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകളിലൊന്ന് 177, 178 ബൂത്തുകളിലെ ഉത്തരവാദിയായി പുറത്തു വന്നിരിക്കുന്ന പേര് കോൺഗ്രസ് അംഗമായ സെൽവൻ്റേതാണ്. അത് പരിശോധിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും വേണ്ടതാണ്. ആളുകൾ പറഞ്ഞതിന്റെ ഹിയർസയുടെ പേരിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ജഡ്ജ്മെന്റിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷെ അവിടെ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ തങ്ങൾക്ക് പറ്റിപ്പോയത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വോട്ട് ഇവിടെയാണ് എന്നിങ്ങനെ ആൾ പറഞ്ഞു, അപ്പോൾ ഞങ്ങളുടെ രേഖകൾ കിട്ടി, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ഇവിടെയാണ്. ഈ പറഞ്ഞ നമ്മൾ പോയി കണ്ടിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇതുപോലെ പട്ടികയിൽ ഇരട്ടിച്ച് വന്നിട്ടുള്ള ആളുകൾ, അവരിൽ പലർക്കും അറിയില്ല ശരിക്കും തങ്ങൾ ഏത് മണ്ഡലത്തിലാണെന്ന്. അപ്പോൾ അവർക്ക് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെയാണ്, നിങ്ങൾ പാലക്കാട് മണ്ഡലത്തിലാണ് വോട്ട് ചെയ്യേണ്ടത്, അല്ലാതെ മലമ്പുഴ മണ്ഡലത്തിൽ പെടുന്ന പഞ്ചായത്താണ് കൊടുമ്പ് എന്നൊന്നും ഈ മണ്ഡലത്തിന്റെ മുഴുവൻ ഭൂമിശാസ്ത്രമൊന്നും ഈ പാവങ്ങൾ അരച്ചു കലക്കി പഠിച്ചിരിക്കുകയല്ലോ. അപ്പോൾ വരമ്പിന് അല്ലെങ്കിൽ റോഡിന് അപ്പുറത്തുള്ളത് ചിലയിടങ്ങളിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സ്ഥലത്ത് റോഡിനപ്പുറം വരുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്, ഇപ്പുറം വരുന്നത് നെടുമങ്ങാട് മണ്ഡലമാണ്. ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് മണ്ഡലം കിടക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. അവിടെ ഈ പ്രശാന്ത് വന്ന് മത്സരിക്കുമ്പോഴേക്കും പ്രശാന്ത് ബ്രോ ഇപ്പുറത്താണ് എന്നാണ് ഞാൻ പോലും കരുതിയിരുന്നത്. ഈ റോഡിന് ഇപ്പുറം മറ്റൊരു മണ്ഡലമാണ് എന്നുള്ളത് നമ്മൾ അവിടെ വന്ന് താമസിച്ചതിന് ശേഷമാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിൽ താമസിക്കുന്ന ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരോട് പ്രധാനപ്പെട്ട ജനപ്രതിനിധികളോ അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ വരുന്നവരോ നിങ്ങൾ ഇവിടെയാണ്, നിങ്ങളുടെ വോട്ട് ഇവിടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർ വോട്ട് ചെയ്യും. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വോട്ട് ചെയ്യിക്കുന്നുണ്ട്. അല്ലാതെ രാഷ്ട്രീയം നോക്കി ഇന്ന പാർട്ടിക്ക് ചെയ്യണം, എൻ്റെ പാർട്ടി ഇതാണ്, അങ്ങനെയൊന്ന് വിചാരിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ഈ സ്വിംഗ് വോട്ട്സിനെ കുറിച്ചാണ്, കേഡർ വോട്ടുകളല്ല. കേഡർ വോട്ടുകളല്ലാത്ത വോട്ടുകളിലൊക്കെ ഈ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അങ്ങനെയാണോ കാലങ്ങളായി പലരും ജയിച്ചു വരുന്നത് എന്നതും പരിശോധിക്കപ്പെടണം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കൊന്നും ആരും ശ്രമിക്കേണ്ടതില്ല. ഇവിടെ ഇപ്പോൾ ഡോക്ടർ പി സരിനെ അപമാനിച്ചതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഡോക്ടർ പി സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചു എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. ഡോക്ടർ പി സരിൻ ഏത് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഉപയോഗിച്ചത്? അവരവിടെ താമസിക്കുന്ന, അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള അവരുടെ സ്വന്തം കെട്ടിടത്തിൽ അവർ അവിടത്തേക്ക് അഡ്രസ് ചേഞ്ച് വരുത്തുമ്പോഴേക്കും അവരെങ്ങനെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകാരാകുന്നത്? അങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുകാരനൊക്കെ ഒരു സ്ഥാനാർത്ഥി, അയാൾ കോൺഗ്രസ് വിട്ട് ഇപ്പുറത്ത് LDF വന്ന് സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞതുകൊണ്ട് എന്തും പറഞ്ഞ് അപമാനിക്കാം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അതിന് മറുപടി പറയേണ്ടത് LDF സ്ഥാനാർത്ഥിയായ പി സരിൻ തന്നെയാണ്. സരിൻ ആ മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരുവില്ലാമല സ്വദേശിയായ സരിന് ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ പോകുമ്പോൾ ഒറ്റപ്പാലത്ത് വോട്ട് ചേർക്കാനും ഒറ്റപ്പാലത്ത് നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് വരുമ്പോൾ പാലക്കാട് അദ്ദേഹത്തിന് സ്വന്തമായി പ്രോപ്പർട്ടി ഉണ്ട്, ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ആ ഫാമിലിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവിടെ വന്ന് അവിടെ താമസിക്കുന്നു, അവിടെ നിന്ന് പ്രചാരണം നയിക്കുന്നു. അപ്പോൾ അതിനുടനെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയുള്ള നിരുത്തരവാദപരമായ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടിയിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ പട്ടികയിലെ ക്രമക്കേടിന് ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്.
പിന്നെ ഈ പഞ്ചായത്തുകളുടെ കാര്യം കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ അരുണിനും അറിയാമല്ലോ, CPIM-ന്റെ ഒരു സംഘടനാ സംവിധാനം ഈ മലമ്പുഴയിലെ കൊടുമ്പായാലും പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി ആയാലും CPIM-ന്റെ സംഘടനാ സംവിധാനം എന്നൊക്കെ പറയുന്നത് സുശക്തമാണ്. അപ്പോൾ ഈ വോട്ട് ചേർക്കലും ഈ അട്ടിമറിയും ഒന്നും അറിഞ്ഞില്ല എന്ന് സഖാവ് EN സുരേഷ് ബാബു പറയാൻ പാടില്ല. അദ്ദേഹം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും കബളിപ്പിച്ചുകൊണ്ടുള്ള ഒരു അട്ടിമറി വേറെ ഏതെങ്കിലും പാർട്ടിയിലെ തന്നെ ആളുകൾ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ? അല്ലാതെ എങ്ങനെയാണ് ഈ സെൽവൻ എന്നുള്ള ആളിന്റെ പേര് അവിടെ വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇക്കാര്യത്തിൽ എന്തായാലും ഈ കൊടുമ്പ് പഞ്ചായത്തിലൊന്നും BJP-ക്ക് ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടായി വരട്ടെ. എന്തായാലും മലമ്പുഴയിൽ BJP-ക്ക് താരതമ്യേന ദുർബലമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലമാണ് ഈ കൊടുമ്പ് പഞ്ചായത്ത്. അപ്പോൾ ഈ സെൽവൻ കൊണ്ടുവന്ന് ചേർത്തു എന്ന ആളുകൾ പറയുന്നത് അത് തൽക്കാലം വിശ്വസിക്കാതെ തരമില്ല എന്നുള്ളതാണ്. മാത്രമല്ല CPIM-ന് ബൂത്ത് ലെവലിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കൊടുമ്പായാലും കണ്ണാടി ആയാലും CPIM-ന്റെ നേതാക്കൾക്ക്, പ്രാദേശികമായ നേതാക്കൾക്ക് അവിടെയുള്ള ഓരോ വോട്ടറെയും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. കാരണം ഏത് വീട്ടിൽ ആരാണ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്, ആരാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ അതനുസരിച്ച് പരിശോധിച്ചിട്ടായിരിക്കും EN സുരേഷ് ബാബു ഈ കണക്ക് പറഞ്ഞത് എന്നതാണ് ഞാൻ എന്തായാലും മനസ്സിലാക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചൊന്നുമല്ല, 1,68,000 ഡബിൾ വോട്ട്സ് ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കാണ്, നിയമസഭയല്ല. 1,68,000 ഡബിൾ വോട്ട്സിന്റെ പരാതി. ഞാൻ പാലക്കാട്ടെ കാര്യമാണ് പറയുന്നത്. പാലക്കാട്ട് ഈ ഡബിൾ വോട്ട്സിന്റെ പരാതി അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാർ കൊടുത്തിട്ടുണ്ട്. അതിൽ കളക്ടർ ഒരു നടപടിയെടുത്തില്ല. അപ്പോൾ ഡബിൾ വോട്ട്സ് റിമൂവൽ എന്ന് പറയുന്നത് അവിടെ നടക്കുന്നില്ല. അത് മറ്റു മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയതാണ് ഇത് എങ്ങനെയാണ് ഈ ഡബിൾ വോട്ട് വരുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തായിരിക്കും, അത് കഴിഞ്ഞ് ലോക്സഭ വരുമ്പോഴേക്കും മറ്റൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ സൗകര്യം അനുസരിച്ചാണ് ഈ റിമൂവൽ വരുന്നത്. നമ്മൾ അതിന്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് അത് കൃത്യമായി മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സാധാരണക്കാരായ മനുഷ്യർ ഇതിങ്ങനെ പിന്നാലെ പോയി മാറ്റുമെന്നൊന്നും കരുതാൻ കഴിയില്ല. അവരോട് പാലക്കാട്ടാണ് വോട്ടെന്ന് പറഞ്ഞാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് അവർക്ക് വോട്ട്, മലമ്പുഴയിലാണെന്ന് പറഞ്ഞാൽ മലമ്പുഴയിലാണ് വോട്ട്. ഓരോ സമയത്തും അവരുടെ പട്ടിക വരുമ്പോഴേക്കും അവരവിടെ പോകുന്നു, ഏത് സ്ഥാനാർത്ഥിക്കാണെന്ന് അറിയുന്നു, വോട്ട് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇവിടെ തെളിവുകളടക്കം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിലെ അല്ലെങ്കിൽ നടപടിയെടുക്കുന്നതിലെ കാലതാമസത്തിലെ കാര്യം കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ പരാതി നൽകുമ്പോൾ ഈ 33-ാമത്തെ നമ്പർ ബൂത്തിൽ നിന്ന് 16 പേരെ ഒഴിവാക്കിയതിന് പരാതി കൊടുത്തിട്ട് മാസങ്ങളായി. അതിലെന്താ നടപടിയെടുക്കാത്തത്? പരാതി കൊടുക്കുമ്പോൾ നടപടിയെടുക്കാതെ അത് പൂഴ്ത്തിവെക്കുന്ന ആ രീതിയിലുള്ളൊരു ക്രമക്കേട് നടക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ വരണാധികാരി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. നമ്മുടെ വാർത്ത എന്തായാലും കളക്ടർ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മന്ത്രി അടക്കം അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനം എന്ന നിലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാധ്യമധർമ്മമാണ്. അതനുസരിച്ചാണ് നമ്മൾ കൃത്യമായി ആരെയും നമ്മൾ അതിനകത്ത് ഒരു പാർട്ടിയെ നമ്മൾ എടുത്തു പറഞ്ഞുമില്ല. എല്ലായിടത്തും ചെല്ലുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അത് അതേപടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ വാർത്താ സംഘം. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഡബിൾ വോട്ട്സ്, അതുപോലെ തന്നെ വ്യാജ വോട്ടുകൾ, ഇത് ചേർത്തവർ അതാരൊക്കെയാണെന്ന് കണ്ടെത്തി നടപടിയെടുക്കാൻ ഇനിയുമുണ്ട് 5 ദിവസം. സാധിച്ചാൽ പറ്റും. അങ്ങനെ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഈ നടത്തുന്ന ചുമതലയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. Meet the editors.